മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഏപ്രിൽ 15 തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ തുടക്കമാണ് ഇന്ന്. ബാങ്ക് എക്സിൻ്റെയും അതേപോലെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെയും എക്സ്പയറി ദിവസമാണ്, മിഡ് ക്യാപ് സെലക്റ്റിൻ്റെ. അപ്പോൾ നോക്കാം ഇന്നൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഉള്ളത് എന്ന്. അപ്പോൾ മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സാധാരണ പറയുന്നത് പോലെ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പണം നമ്മുടെ കയ്യിൽ സെക്യൂർ ചെയ്യുക അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുന്നതാണ് ഏതൊരു ട്രേഡറിൻ്റെയും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റിൻ്റെയും ഒരു ഉത്തരവാദിത്വം. അതായത് നമ്മൾ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് ഇട്ട് ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡുകൾ എന്ത് തന്നെ ഓപ്ഷൻസ് ഇൻട്രാഡേ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ട്രേഡിങ് മുടങ്ങാത്ത രീതിയിൽ നിങ്ങളുടെ ക്യാപിറ്റൽ തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. അതാണ് ഏറ്റവും ആദ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അത് 100 രൂപ 50 രൂപ 25 രൂപയും 1000 രൂപയൊക്കെ പ്രോഫിറ്റ് എടുത്തെടുത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിലേക്ക് തിരിച്ചത് എവിടെ നിന്നാണ് എടുത്തത് അവിടത്തേക്ക് ആ ക്യാഷ് തിരിച്ചെത്തിക്കണം. അതേ സമയത്ത് നിങ്ങളുടെ ട്രേഡിങ് മുടങ്ങാനും പാടില്ല. ഓക്കെ, കാരണം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം 1000 രൂപയാണ് കിട്ടിയതെങ്കിൽ 1000 രൂപ വിഡ്രോ ചെയ്യുക. അതങ്ങനെ ചെയ്ത് ഈ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 1 ലക്ഷം രൂപയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുക. അതോടുകൂടി പിന്നീട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്നതൊക്കെ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അസാമാന്യ ലാഭമായിരിക്കും. നിങ്ങൾ ഓരോരോ ട്രേഡിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് വലിയ പേടികൾ ഉണ്ടാവില്ല. വളരെ കൂളായിട്ട് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ തുടങ്ങുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയും, നിങ്ങൾ ഇന്ന് ആലോചിക്കുക, നിങ്ങൾ തുടക്കത്തിൽ എത്ര രൂപയാണ് ഇതുവരെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ തുക നിർബന്ധമായിട്ടും ഇന്ന് മുതൽ പിൻവലിച്ച് തുടങ്ങുക. അത് മാർക്കറ്റിൽ ലോസ് വന്ന് മുഴുവൻ പോയി വെറുതെ ഇരിക്കുന്ന ആളോടല്ല ഞാൻ ഈ പറയുന്നത്. മാർക്കറ്റിൽ ട്രേഡിംഗ് അറിയാം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അറിയാം, അവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് 1 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപ എത്രയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതായിക്കോട്ടെ, 1 ലക്ഷം രൂപയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് 500 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ ഇന്ന് ഈവനിങ്ങിൽ 500 രൂപ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക 500 രൂപ കിട്ടി എന്നുള്ളത്. അങ്ങനെ ഒരു 10, 50, 100 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പറ്റാവുന്ന അത്രയും തുക പിൻവലിച്ചെടുത്ത്, അതായത് ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് അവിടത്തേക്ക് അത് വരണം. ചില ആൾക്കാർ ലോൺ എടുത്തും കടം വാങ്ങിച്ചും വായ്പ വാങ്ങിച്ചിട്ടും ഭാര്യയുടെ സ്വർണം പണയം വെച്ചൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതിലേക്ക് ആ പണം തിരിച്ചെത്തിക്കണം. പക്ഷേ നിങ്ങളുടെ ട്രേഡിങ് മുടങ്ങരുത്. ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഒരു ആക്ഷൻ പ്ലാൻ റെഡിയാക്കുക. അതുപ്രകാരം മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും എന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൻ്റെ റിസൾട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, വൺസ് നിങ്ങളുടെ മുഴുവൻ ക്യാപിറ്റലും വിഡ്രോ ചെയ്തു, അതായത് വീട്ടിൽ നിന്ന് എടുത്ത കാശ് വീട്ടിലേക്ക് തിരിച്ചു കൊടുത്തു. ഇപ്പം മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഒരു ക്യാപിറ്റൽ അവിടെയുണ്ട്. ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം തന്നെ സക്സസ്ഫുൾ ആകും. കാരണം നിങ്ങൾ വളരെ കൺട്രോളിലായിരിക്കും. വളരെ നല്ലൊരു ട്രേഡറായി മാറിയിട്ടുണ്ടാവും ഈ ഒരു ടൈം പീരീഡും ഉണ്ട്. സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതുമാത്രമല്ല, പണം നഷ്ടപ്പെടുമോ ഒരു ട്രേഡ് എടുക്കുമ്പോൾ, ഇതിലെനിക്ക് സ്റ്റോപ്പ് അടിക്കുമോ എന്നൊരു പേടിയൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. സോ ഹാപ്പി ആയിട്ട് പിൻവലിച്ച് തുടങ്ങുക. പിൻവലിക്കുന്നത് ക്യാപിറ്റലിൽ നിന്നാവരുത്, നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നായിരിക്കണം എന്നൊരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടത് സെൻകോ ഗോൾഡ് അവരുടെ ആനുവൽ ഗ്രോത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. 28% ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. USD INR റേറ്റ് ഒരല്പം മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 83 രൂപ 42 പൈസയാണ് US$ന്റെ ഇന്നത്തെ ഒരു വിനിമയ നിരക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 83.44 വരെ അത് പോയിരുന്നു. പിന്നീട് ഇന്നത്തേക്ക് 83 രൂപ 42 പൈസയായി മാറിയതാണ്. അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഗ്രിൽ സ്പ്ലെൻഡർ സർവീസസ് IPO സബ്സ്ക്രിപ്ഷൻ 16 മുതൽ 18 വരെയാണ് ഓപ്പൺ ആവുന്നത്. വലിയൊരു ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, ന്യൂസ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്.
ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അടി തുടങ്ങിയിട്ടുണ്ട്. സോ വേൾഡ് മാർക്കറ്റിൽ മൊത്തത്തിൽ നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒരു നിമിഷം പിന്നോട്ട് വലിപ്പിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബാധിക്കുന്നതായിട്ട് ഇറാൻ ഇസ്രായേൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓയിൽ സപ്ലൈ നടക്കുന്ന മേഖല ഇതാണ്. അപ്പോൾ അവിടെ ഓയിൽ സപ്ലൈയിൽ ഷോർട്ടേജ് വരും. സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നവരാണ്. സോ നമ്മൾ കൂടുതൽ പണം പുറത്തോട്ട് കൊടുക്കേണ്ടി വരും. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ ഇതിൻ്റെ പുറകിൽ മറ്റൊരു കാര്യം സംഭവിക്കാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇസ്രയേലായിട്ടായാലും ഇറാനായിട്ടും വളരെ നല്ല ബന്ധങ്ങളാണുള്ളത്. കാരണം എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് US ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേസമയത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റഷ്യയും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ശക്തികൾ അവിടെയായി. മൂന്നാമതൊരു സംഭവം പറഞ്ഞാൽ ഇറാന്റെ തൊട്ടടുത്ത രാജ്യമായ ചൈനയും ഇറാനെ സപ്പോർട്ട് ചെയ്യും എന്ന് ന്യൂസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ രണ്ട് പ്രമുഖ ചൈനയും റഷ്യയും ഒരു ഭാഗത്ത് ഇറാന്റെ കൂടെ, മറുഭാഗത്ത് കുഞ്ഞു രാജ്യമായ ഇസ്രായേലും അതിൻ്റെ കൂടെ വലിയ രാജ്യമായ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ US മറുഭാഗത്തും മിഡിൽ ഈസ്റ്റിലുള്ള കുറേ രാജ്യങ്ങൾ, അതിലെ അതായത് പ്രവാസികളായി പോയി തൊഴിലെടുക്കുന്ന ഒരുപാട് ഇന്ത്യക്കാർ. ഇങ്ങനെയാണ് ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നോക്കേണ്ടത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മുഴുവൻ ഒരു എന്താ പറയുക ആൾക്കാർ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായാൽ ഇവിടെ അത് ഭയങ്കരമായിട്ട് നമ്മളെ തൊഴിലില്ലായ്മയും ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇന്ത്യയുടെ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ വലിയൊരു പങ്കാണ് വിദേശ തൊഴിലാളികൾ വഹിക്കുന്നത്. സോ അതും നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലും ഇറാനും ഇന്ത്യക്ക് രണ്ട് രാജ്യങ്ങളും വേണ്ട രാജ്യങ്ങളാണ്. ഇന്ത്യ എവിടെ നിൽക്കുന്നു, ഏത് സൈഡിലോട്ട് തിരിയുന്നു എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോകം നിരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. സോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മുൻപ് ചേരിചേരാ നയം ഉണ്ടായതുപോലെ ഉള്ള ഒരു പോളിസി ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു വശത്തോട്ട് തിരിയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ന്യൂസ്, അതായത് ഇസ്രയേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഫർദർ അതൊരു മുകളിലോട്ട് ഒരു എസ്കലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് എല്ലാവരെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് പോസിറ്റീവായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. സോ ഇനി അഥവാ സംഭവിച്ചാൽ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെങ്കിൽ അവർക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും പ്രോഫിറ്റ് ഉണ്ടാക്കാം. സോ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ അഭിമാനം തോന്നാറുണ്ട്. ഒരു തകർന്നടിഞ്ഞ് വീഴുന്ന മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിനൊരു കുത്തലുണ്ടാവും. സോ ഏറ്റവും നല്ലത് ബുൾ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുന്നതാണ്. നോക്കാം എന്തായാലും. ഇനി എന്താ പറയുക, ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ പീക്കിലേക്ക് എത്തിയിട്ട് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാതെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ. അതേപോലെ ഇന്ന് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ടെൻഷൻ കാരണം മാർക്കറ്റിൽ ഹൈ വൊളാറ്റിലിറ്റിയാണ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യണം. ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവ വികാസങ്ങളുണ്ട്. സോ അത് നമ്മുടെ മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു ന്യൂസ്, ഇത് നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ സിമെൻറ്റ് മാർക്കറ്റിൽ 20% പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 2028 ആകുമ്പോഴത്തേനും. സോ ഇത് ചെറിയൊരു പ്രഖ്യാപനമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമില്ല. കെയർഫുള്ളായിട്ട് ഈ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, കാരണം അദാനിയുടെ ഓരോ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തി കൊണ്ടുവന്നിട്ടുണ്ട്. സോ 20% ഇന്ത്യൻ സിമെൻറ്റ് മാർക്കറ്റിൽ 20% ഷെയർ ഉറപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിങ്ങൾക്കറിയാം സിമെൻറ്റ് കമ്പനി ഉണ്ട്. അവരതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഇന്ത്യയിലെ മാർക്കറ്റിൽ 20% പ്രൊഡക്ഷൻ അവർ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സോ അത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ദെൻ എന്താ പറയുക, ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് $2.98 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം $648.56 ബില്യൺ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഫോറക്സ് റിസർവ് ഉള്ളത്. എന്നാലും ഇതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻ കാരണം ഈ ഫോറക്സ് റിസർവ് കുറയുന്ന ഒരു പ്രശ്നം കൂടി നമുക്ക് വരും.
ദെൻ ഗോൾഡ് അപാരമായ സ്വർണം തിളങ്ങുകയാണെന്ന് പറഞ്ഞാൽ തിളങ്ങുക തന്നെയാണ്. $2,355 ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു പവൻ 54,000 രൂപയിലേക്കാണ് പ്രൈസ് എത്തിയിരിക്കുന്നത്. അപാരമായ, അതായത് എനിക്ക് തോന്നുന്നു 97 എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് സ്വർണം വാങ്ങിച്ചത് 3,760 രൂപയായിരുന്നു. അത് അന്നത്തെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആയിരുന്നു. അപ്പോൾ അത്രയും റേറ്റിലാണ് അന്ന് സ്വർണം വാങ്ങിച്ചത്. പക്ഷെ അതാണ് ഇന്ന് 54,000 രൂപയിൽ എത്തി നിൽക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് 15%, ഒരു 25 വർഷം കൊണ്ട് 15 ഇരട്ടിയായി മാറുക എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണത് തീർച്ചയായിട്ടും. ദെൻ എന്താ പറയുക, ഇന്ത്യ മറ്റൊരു ഇത്, അതായത് ഈ അഗ്രികൾച്ചറൽ റിലേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക, വളം അതും അങ്ങനെയുള്ള സംഭവങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കുള്ള ഒരു നല്ല ന്യൂസാണ്. കാരണം യൂറിയയുടെ ഇമ്പോർട്ടിൻ്റെ അടുത്ത വർഷമാകുമ്പോഴത്തേന് 0, ഒറ്റപ്പൊടി യൂറിയ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ RCF പോലെയുള്ള രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അതൊക്കെ എന്താ പറയുക, മരവിച്ച് കിടക്കുന്ന സ്റ്റോക്കുകളാണ്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി, അഗ്രികൾച്ചർ മെയിനായിട്ട് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളം, കീടനാശിനി നിർമ്മിക്കുന്ന കമ്പനികൾക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ഒരു പോസിറ്റീവായിട്ട് ഒരു പ്രചോദനമായി മാറുക. ദെൻ ബിറ്റ് കോയിൻ്റെ പ്രൈസ് 5% ഇടിഞ്ഞിട്ട് $64,000 താഴേക്ക് എത്തിയിട്ടുണ്ട്. സോ അത് എന്താ പറയുക, അതും ഈ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊരു വിർച്വൽ വേൾഡ് ആയതുകൊണ്ട് തന്നെ ബിറ്റ് കോയിന് ശരിക്കും അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഒരു സംഭവമില്ല. ഞാനും നിങ്ങളും ഇത് മുകളിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ മുകളിൽ മാത്രമാണ് അത് മുകളിലോട്ട് പോകുന്നത്. അല്ലാതെ വേറെ എന്ത് കാര്യങ്ങൾക്കായാലും അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല. എല്ലാവരുടെയും പ്രതീക്ഷയുടെ മുകളിൽ, നമ്മൾ പ്രതീക്ഷയുടെ മുകളിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് മുകളിലോട്ട് പോകുന്നു. ഒരു നിമിഷത്തിൽ ആർക്കെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഹ്യൂജായിട്ട് സെൽ ഓഫ് തുടങ്ങിയാൽ അത് സീറോയിലേക്ക് പോകാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതാണ് ഈ ബിറ്റ് കോയിൻ്റെ ഒരു പ്രത്യേകത. ദെൻ ലെമൺ ട്രീ ഹോട്ടൽസ്, നേപ്പാളിൽ വൈൽഡ് ലൈഫ് റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യും. ലെമൺ ട്രീ ഹോട്ടൽസ് ഷെയർ ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് നോക്കിക്കൊള്ളുക. ദെൻ ഗ്ലെൻമാർക്ക്, ഇത് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ സ്കാം ആയിട്ടുള്ള ന്യൂസുകളിൽ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു പേരുകൾ, കുറേ ഫാർമ കമ്പനീസിൻ്റെ പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗ്ലെൻമാർക്ക് 6,528 ബോട്ടിൽസ് ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് US നിന്നും പിൻവലിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളൊന്നും ഞാൻ ചികഞ്ഞു പോകുന്നില്ല. എന്തായാലും ഇന്നത്തെ ന്യൂസുകൾ ഇത്രയാണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക്. ആ ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് എല്ലാ മാർക്കറ്റുകളും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കേട്ടോ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ വന്നിട്ട് നേരെ ഇപ്പം US മാർക്കറ്റ് ആണെങ്കിലും 475 പോയിന്റ് നഷ്ടത്തിൽ ഓപ്പണായ സ്ഥലത്തു നിന്നാണ് ഞാൻ പറയുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ലെവലായിരിക്കും ഉണ്ടാവും. 38,000 ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. 38,390 കണ്ടാണ് ഇന്നലെ US മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തത്. 475 പോയിന്റിന് ഇൻട്രാഡേ ലോസ് ആണ് ഉണ്ടായത്. S&P 500 75 പോയിന്റ് റെഡിലാണ്. നെസ്ഡാക്ക് 267 പോയിന്റ് ഓപ്പണായ സ്ഥലത്തു നിന്നാണ് ഇന്നലത്തെ ക്ലോസിംഗ്. അല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. യൂറോപ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ FTSE 71 പോയിന്റ് ഗ്രീനിലാണ്, CAC 12 പോയിന്റ് റെഡിലാണ്, അതേപോലെ DAX 24 പോയിന്റ് റെഡിലാണ്. അതേപോലെ ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാം തന്നെ റെഡിലാണ്, നല്ല രീതിയിൽ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻട്രാഡേയിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റുകൾ ഓപ്പണായ സ്ഥലത്തു നിന്ന് ക്ലോസിംഗ് വരെയുള്ള പ്രൈസാണ് ഇവിടെ നിങ്ങൾ മുഴുവൻ കാണുന്നത്. സോ നിങ്ങൾ ഇന്നലത്തെ പല എന്താ പറയുക സൈറ്റുകളും കൊടുക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നിപ്പോൾ പ്രൈസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നോർമലി പറയാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് വലിയൊരു റെഡിൽ കാണാൻ സാധ്യതയില്ല. കാരണം ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ഒരുപാട് മുകളിലായിട്ട് ഓപ്പൺ ആയിട്ട് താഴോട്ട് അവിടത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 22,465 11 പോയിന്റ് റെഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ആയത് 22,476 26 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് നേരെ താഴോട്ട് റെഡിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. സോ എല്ലാ മാർക്കറ്റിലും അതേ ഒരു പ്രവണത ഇന്ത്യൻ മാർക്കറ്റും അതേപോലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈവൻറ്റ്സ് ഇന്നുണ്ട്. ഇന്ത്യയിലുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു 10ലധികം ഈവൻറ്റ്സ് ഉണ്ട്. എല്ലാം എനിക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ്, ഇന്ത്യ WPI, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. WPI മാനുഫാക്ചറിങ്, ഇന്ത്യ WPI
ഇയർ ഓൺ ഇയർ. ഇന്ത്യ WPI ഫുഡ് ഇൻഡെക്സ്, ജപ്പാൻ മെഷീനറി ഓർഡേഴ്സ്, ഇതിൻ്റെ ഓൾറെഡി ഈ റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡാറ്റ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ജപ്പാൻ മെഷീനറിയുടെ USFED ലോഗാൻ സ്പീച്ച്, തുർക്കി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ്, പിന്നെ ഒരുപാട് ഇവൻറ്റുകൾ ഇന്നുണ്ട്. സോ ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുക. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു ടെൻഷൻ കാരണം മാർക്കറ്റിൽ ചിലപ്പം മുകളിലോട്ട് കയറിപ്പോയാൽ ഒറ്റയടിക്ക് താഴോട്ട് പോയേക്കാം. കാരണം ഓരോ ന്യൂസ് മൂവ്മെൻറ്റും ആദ്യം അറിയുന്ന മാർക്കറ്റാണ്. സോ നിങ്ങൾ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ GTPL ഹാത്വേ ലിമിറ്റഡ്, രാജു എഞ്ചിനീയേഴ്സ്, ആറ്റം വാൾവ്സ്, ഷെഖാവതി പോളിയാൻ ലിമിറ്റഡ്, ഹാത്വേ ഭവാനി കേബിൾടെൽ ആൻഡ് ഡാറ്റാകോം, ഓൺടിക് ഫിൻസർവീസ്, സിബ്ലി ഇൻഡസ്ട്രീസ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. ഇന്ന് FNO ബാനിലുള്ള ബാൽറാം ചിനി മിൽസ്, ദെൻ GNFC, ഹിന്ദ് കോപ്പർ, ഐഡിയ, ഇന്ത്യ സിമെൻറ്റ്, മെട്രോപോളിസ്, നാഷണൽ അലുമിനിയം, PEL. ഇത്രയും കമ്പനികളാണ് ഇന്ന് FNO ട്രേഡിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമാവധി ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസിൻ്റെ 95% ഓൾറെഡി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ആണ് FNO ബാൻ ഉണ്ടാവുന്നത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് അതായത് ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ല രീതിയിൽ സെൽ ഓഫ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,405 കോടിയുടെ ബൈങ്ങും 23,432 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. 827 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് പോയതും. അതേസമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ 17,220 കോടിയുടെ നെറ്റ് ബൈങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചു. അതേപോലെ 10,878 കോടിയുടെ സെല്ലിംഗ് അവർ കാഴ്ചവെച്ചു. അങ്ങനെ 6,341 കോടിയുടെ 6,341 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,685 കോടിയുടെ നെറ്റ് സെല്ലിംഗ് തന്നെയാണ് നടന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫോള് നിങ്ങൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും. ഈ മാസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10,362 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഏപ്രിൽ മാസത്തിൽ 15 തീയതി ആയതേ ഉള്ളൂ. ഇന്നത്തെ ഇന്നലെ വരെയുള്ള ഡാറ്റ. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,232 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 1,870 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇതുവരെയായിട്ട് സംഭവിച്ചത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈഡിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് 158 പോയിന്റ് റെഡിലാണ് അവസാനിച്ചത്. അതായത് 22,677 സ്റ്റാർട്ട് ചെയ്തിട്ട് 22,519 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെന്റ് ആണ് മൊറോവർ അത് നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ 64 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് മാത്രമാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഈ ഏപ്രിൽ മാസത്തിലും 64 പോയിന്റിന്റെ ഗ്രോത്ത് മാത്രമാണ് ഉള്ളത്. ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നോക്കാം. അതേപോലെ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ എന്താ പറയുക നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നത്തത് നോക്കുകയാണെങ്കിൽ ഇന്ന് നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് പ്രൈസ് ആക്ഷൻ ചിലപ്പോൾ CPRനെ ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 3.78% കുറഞ്ഞിട്ട് 11.53 അവസാനിച്ചത്. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് 11.53 ദെൻ പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ 0.7 ആണ് വന്നിരിക്കുന്നത്. 22,700 1 കോടി 3 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 22,700 മുകളിലോട്ട് മാർക്കറ്റ് പോവില്ല എന്നാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കരുതുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതേപോലെ സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ പുട്ട് ഏറ്റവും കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 22,000 88 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. കോളാണ് കൂടുതലും റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് നമ്മുടെ മീറ്റർ കാണിക്കുന്ന പോലെ ഒരു സൈഡ് വൈസ് ബെയറിഷ് മൂവ്മെന്റിനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 106 പോയിന്റ് റെഡിലാണ് അവസാനിച്ചത്. അതേപോലെ ഫിൻ നിഫ്റ്റിയും 63 പോയിന്റ് റെഡിലായിരുന്നു. സെൻസെക്സ് 644 പോയിന്റ് റെഡിലാണ് അവസാനിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്നലെ മീൻസ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയ്സിൽ ഇന്നലെ 47 പോയിന്റ് റെഡിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഡാറ്റ പറയുന്നത് ഇന്നലെ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തെങ്കിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനും ഫർദർ ഒരു പോസിറ്റീവ് മൂവ്മെന്റിനും സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ മാർക്കറ്റ് മൊത്തത്തിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഫർദർ ഫോള് അല്ലെങ്കിൽ ഒരു റിക്കവറി, ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ഇങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. സോ അതിനായിരിക്കും സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ ഇവിടെ ഇന്ന് എക്സ്പയറി ഉള്ള നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആണെന്ന്. അപ്പോൾ മൊത്തത്തിൽ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ, അതായത് 11,000 മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ അതിന്
ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയാൽ പോലും CPR നോട്ട് റേറ്റ് സോണും കിടക്കുന്നത് 11,000 തൊട്ട് താഴെയാണ്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. മാർക്കറ്റ് ഒന്നുകിൽ സൈഡ് വേസ് പോവും, അല്ലെങ്കിൽ ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് പോവും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഫർദർ ഫോൾ 10,874 വരെയുള്ള ഒരു യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയിട്ട് നേരെ താഴോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ 11,000 എന്ന ഒരു സൂപ്പർ ലെവലുണ്ട്. അതിൻ്റെ മുകളിൽ കയറി കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ എങ്ങനെയും പിടിച്ച് നിൽക്കാൻ ശ്രമിക്കും. അല്ല ഫോൾ ആണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ മൂവ്മെൻറ്റ് ഓപ്പണിംഗ് കിട്ടിയാലും വളരെ നല്ലതാണ്. 10,874 ലെവലിലായിരിക്കും ഏകദേശം ഓപ്പൺ ആവുക. അവിടുന്ന് ഫർദർ നോട്ട് റേറ്റ് സോണിലേക്ക് അല്ലെങ്കിൽ CPRലേക്കുള്ള ഒരു യാത്രയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഇത് ഇന്നത്തെ മാർക്കറ്റിന് ഒരുപാട് പ്രിഡിക്ഷൻ ഒന്നും പറയുന്നതിൽ കാര്യമില്ല. മിഡിൽ ഈസ്റ്റിൽ വാറിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ഹൈ പ്രൊഫൈൽഡ് ഇൻവെസ്റ്റേഴ്സിനും ഉള്ളിലൊരു പേടി വരും, കാശ് പോകുമെന്നുള്ള പേടി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പണം പിൻവലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഇന്ന് ബാങ്ക് എക്സിൻ്റെ ഒരു എക്സ്പയറി കൂടിയാണ്. ബാങ്ക് എക്സ് ക്ലിയർലി ഒരു പീക്കിൽ പോയിട്ട് ഇറങ്ങി വന്ന ഒരു മാർക്കറ്റാണ്. സോ ഇവിടെ ഇപ്പോൾ 54,800 ഇന്നലത്തെ ഡേ ലോ വന്നിരിക്കുന്നത്. അവിടെ അതായത് ഡേ ലോ തന്നെയാണ്, ഇന്നലത്തെ ഡേ ലോ തന്നെയാണ് ഓൾമോസ്റ്റ് ക്ലോസിങ്ങും വന്നിട്ടുള്ളത്. സോ ഇവിടെ മറ്റൊന്നും ചിന്തിക്കാനില്ല, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ വേൾഡ് മാർക്കറ്റ് സെന്റിമെന്റ്സ് പിടിച്ച് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ വന്നിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 54,500 എന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ദെൻ സ്ട്രൈറ്റ് ഫോളിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും കണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ ക്ലോസിങ് ഇവിടെ ഒരു മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 55,000 എന്നുള്ളത് നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവലാണ്. ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ചെറിയ പോയിൻ്റൊക്കെ 10-30 പോയിന്റ് ഓപ്പണിംഗ് കിട്ടിയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ 100-150 പോയിന്റ് മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നോട്ട് റേറ്റ് സോണിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഫർദർ അപ്പ് മൂവ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 55-100 താഴെയൊക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മാർക്കറ്റ് നേരെ ഇറങ്ങിയിട്ട് 54,500 റേഞ്ചിലേക്ക് ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആയിരിക്കും തരിക എന്ന് തോന്നുന്നു. എന്തായാലും ഇത് ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. സോ ഓവർ പ്രതീക്ഷയോ അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കേണ്ട. ജസ്റ്റ് ഓപ്പൺ മൈൻഡായിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ നോക്കുമ്പോൾ തന്നെ ട്രെൻഡ് മനസ്സിലാവും. ആ ട്രെൻഡ് വെച്ച് നിങ്ങൾ ഫർദർ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലെവൽസും സപ്പോർട്ടൊന്നും കൂടുതലായിട്ട് പറയാത്തത്. എന്തായാലും പരമാവധി ശ്രമിക്കുക പ്രോഫിറ്റബിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ മെസ്സേജ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ തുടക്കത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങുമ്പോൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ പണം നിങ്ങളുടെ ട്രേഡിംഗ് മുടങ്ങാത്ത രീതിയിൽ അത് പിൻവലിച്ച് നിങ്ങളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആയിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. അതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ലാഭത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിട്ട് സകലതും നഷ്ടപ്പെടുത്തുന്ന ആ ഒരു ടൈപ്പ് ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു പോരുത്. ചെറിയ എമൗണ്ട് ആയാലും ഒരു ദിവസം 100 രൂപ കിട്ടുന്നുണ്ടെങ്കിലും 100 രൂപ പ്രത്യേകിച്ച് അധ്വാനമൊന്നും ഇല്ലാതെ കിട്ടുന്നതാണ്. സോ അത് കൃത്യമായിട്ടും നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ. ഇന്നൊരു ആഴ്ച തുടങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ആഴ്ചയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് കൂടുതൽ ഡാറ്റയായിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.